ഹലോ. ഇന്നെൻ്റെ കെട്ടിയവൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. രാവിലെ മുതൽ വൈകിട്ട് 6 വരെ യാതൊരുവിധ റെസ്പോൺസും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതിരുന്നപ്പോൾ ആൾ വിചാരിച്ചു ഞാനിത് മറന്നുപോയിന്ന്. പക്ഷേ പുള്ളിക്കൊരു ചെറിയ സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൾ വൈകിട്ടായപ്പോഴേക്കും പുറത്തേക്ക് പോയി. ഒരു 7:30ക്കാണ് ഞങ്ങൾ കേക്ക് കട്ടിങ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എവിടെയെന്നൊന്നുമില്ല. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ തോപ്പുംപടി ഭാഗത്ത് എവിടെയോ ഉണ്ടെന്ന് അറിഞ്ഞു. ഞാൻ കേക്കും കുട്ടികളൊക്കെ ആയിട്ട് ഒരു ഓട്ടോ പിടിച്ചിട്ട് നേരെ തോപ്പുംപടി വോക്ക്വേയിലുള്ള റെസ്റ്റോ കഫേയിലേക്ക് ചെന്നു. മിഥിലാജാണ് ഈ സ്പോട്ട് സെലക്ട് ചെയ്തത്. അവിടെ മതി ചേച്ചി, അങ്ങോട്ട് പോക്കോ, ഞങ്ങൾ അങ്ങോട്ട് എത്തിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഞങ്ങളുടെ പിന്നാലെ വന്നു. സുധീഷ് ഷിൻഡു എത്തി. മിഥിലാജും ഭാവനയും കൂടെ എന്തൊക്കെയോ പറഞ്ഞ് ആളെ ആ സ്പോട്ടിലേക്ക് എത്തിച്ചു. ഡോറ് തുറന്നു വന്നതും ഞങ്ങൾ എല്ലാവരെയും കൂടെ ഒരുമിച്ച് കണ്ടപ്പോൾ ആൾ ശരിക്കും സർപ്രൈസ്ഡ് ആയിപ്പോയി. ഇന്ന് ഇത്രയും നേരം ഉണ്ടായിട്ടും ഇതുവരെ ഒന്ന് വിഷ് ചെയ്യാൻ പോലും ചെയ്യാതിരുന്നത് ഇതിനു വേണ്ടിയായിരുന്നല്ലേ എന്നൊരു ചോദ്യം. പിന്നെ എല്ലാവരും കൂടെ അങ്ങ് കേക്ക് കട്ട് ചെയ്തു. ആളുടെ മുഖത്തുള്ള ഈ സന്തോഷം കാണാനല്ലേ നമ്മൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്തിരുന്നത്. എല്ലാ തവണയും ഞാനും കുട്ടികളും മാത്രമാണ് കേക്ക് കട്ട് ചെയ്യാൻ ഉണ്ടാവാറുള്ളത്. ഇത്തവണ ഫ്രണ്ട്സും കൂടെ ഉള്ളത് ലിനേഷിനെ ശരിക്കും ഹാപ്പിയാക്കി. അലിഷയ്ക്ക് നേരിട്ട് വരാൻ പറ്റിയില്ലെങ്കിലും അതിൻ്റെ സങ്കടം തീർക്കാൻ അയാൾ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഹാപ്പി ആയിട്ടിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. സാധാരണ എല്ലാ വർഷവും ഞാനും കുട്ടികളും മാത്രമാണ് ലിനേഷിൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യാനുള്ളത്. ഇത്തവണ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഭാവനയും മിഥിലാജും ഷിൻഡുവും സുധയും എല്ലാം എത്തിയത് ഞങ്ങളെ ഒരുപാട് സന്തോഷിപ്പിച്ചു. അങ്ങനെ ഒരു 9 മണിയോടെ പരിപാടി അവസാനിച്ചു.